نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കരമകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇങ്ങനെയൊക്കെ അങ്ങനെ യെസ് ഗൈസ്, എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? അടിപൊളിയല്ലേ? സെറ്റ് അല്ലേ? ഇന്ന് നമ്മള് രണ്ടാം ക്ലാസ്സിന്റെ ഇന്റഗ്രേഷൻ രണ്ടാമത്തെ ദിവസത്തെ ചോദ്യ പേപ്പർ നോക്കാൻ പോവാണ്. യെസ് ഗൈസ്, നിങ്ങൾ റെഡി അല്ലേ? ഒന്നാം ക്ലാസ്സിൽ നിങ്ങൾ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ക്ലാസ് കേട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തിനും ഒന്നാം ക്ലാസ്, ഈ രണ്ടാം ക്ലാസ്സിൽ തന്നെ ഓണം എക്സാം, ഇപ്പൊ കഴിഞ്ഞിരിക്കുന്ന ഈ ഓണം എക്സാം നമ്മൾ കുറെ സാധനങ്ങൾ നിങ്ങൾ നോക്കി പഠിച്ചിട്ടില്ലായിരുന്നോ? ഫുൾ മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലേ? സെറ്റ് അല്ലേ? അടിപൊളിയല്ലേ? അതേപോലെ ഇപ്രാവശ്യവും നമുക്ക് അടിച്ച് പൊളിച്ച് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റണം. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. യെസ് ഗൈസ്, ഇമ്പോർട്ടന്റ് പാർട്സ് കാണാൻ വേണ്ടി മറന്നു. നമ്മുടെ ചാനലിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇമ്പോർട്ടന്റ് പാർട്സ് എല്ലാം അവൈലബിൾ ആണ്. പോവാ സെറ്റ് ആക്കി കാണാം. യെസ് ഗൈസ്, നമ്മൾ പോവാണ് ഒന്നാമത്തെ ചോദ്യം. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ മോഡലും PDF-കളൊക്കെ ലഭിക്കാൻ വേണ്ടി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 94 96 544 588 എന്ന് പറയുന്ന നമ്മുടെ നമ്പറിലേക്ക് ഇത് അടി കൂടെ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നുണ്ട്. അതിലേക്ക് വാട്സ്ആപ്പിൽ ഒരു ഹായ് എന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ലിങ്ക് വരും. യെസ് ഗൈസ്, പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഉത്തരം എഴുതാൻ വേണ്ടി പറയാണ്. ഓണപ്പൂവിനും കല്യാണം, പൊന്നോണപ്പൂവിനും കല്യാണം, പൊൻവയിൽ വന്നൊരു പൊട്ടു തൊട്ടു, മഞ്ഞക്കവണി ഉടുപ്പിച്ചു, ചുറ്റും കുഞ്ഞി പൈങ്കിളികൾ കൊട്ടുന്നു, കുഴലൂതുന്നു, മാംഗല്യമായി മണവാളൻ, മഞ്ഞത്തുമ്പി അതാ വന്നു. കവിത വായിച്ചല്ലോ. ഇവിടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അങ്ങനെ ഒരു കവിത തന്നിട്ട് എന്താണ്? ഓണപ്പൂവിനു കല്യാണം, പൊന്നോണപ്പൂവിനു കല്യാണം, പൊൻവെയിൽ വന്നൊരു പൊട്ടു തൊട്ടു, മഞ്ഞക്കവണി ഉടുപ്പിച്ചു, ചുറ്റും കുഞ്ഞി പൈങ്കിളികൾ കൊട്ടുന്നു, കുഴലൂതുന്നു, മാംഗല്യമായി മണവാളൻ, മഞ്ഞത്തുമ്പി അതാ വന്നു. കവിത വായിച്ചല്ലോ. ഇവിടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം. അപ്പൊ ഇവിടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്, കുറച്ച് ചോദ്യവും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ആർക്കാണ് കല്യാണം? അപ്പോ കണിക്കൊന്നയ്ക്കാണോ, ഓണപ്പൂവിനാണോ, മുല്ലപ്പൂവിനാണോ ചോദിക്കുന്നുണ്ട്. പിന്നെയോ പൊട്ടു തൊടുവിച്ചത് ആരാണ്? മഞ്ഞപ്പുള്ളിയാണോ, പൊൻവെയിലാണോ, നിലാവാണോ? തീർന്നിട്ടില്ല, ഇനിയുണ്ട് ചോദ്യം. കൊട്ടും കുഴലൂത്തുമായി വന്നത് ആരാണ്? അണ്ണാറക്കണ്ണനാണോ, മഞ്ഞത്തുമ്പിയാണോ, കുഞ്ഞിപ്പൈങ്കിളികളാണോ? ഓണപ്പൂവിന് മാംഗല്യമായി വന്ന മണവാളൻ ആര്? തേനീച്ചയാണോ, വണ്ടാണോ, മഞ്ഞത്തുമ്പിയാണോ? ഇതിന്റെ ഉത്തരം എവിടുന്നാടാ മക്കളെ നമുക്ക് കിട്ടുന്നത്? ഇനി ഉത്തരം കിട്ടുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ചോദ്യങ്ങളിൽ തന്നെയാണ് ഇതിന്റെ ഉത്തരവും കിട്ടുന്നത്, ഇല്ലേ? ഇതിന്റെ ഉത്തരം എന്താ? നമ്മൾ നോക്കൂ. ഓണപ്പൂവിന്, ഒന്നാമത്തത് എന്താ? ഓണപ്പൂവിന് എന്നാണ് ഒന്നാമത്തെ ഉത്തരം, അല്ലെ? രണ്ടാമത്തെ ഉത്തരം എന്താ? പൊൻവെയിലാണ് രണ്ടാമത്തെ ഉത്തരം, പൊൻവെയിൽ, അല്ലെ? മൂന്നാമത്തെ ഉത്തരം എന്താ? മൂന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത് കുഞ്ഞിപ്പൈങ്കിളികൾ, അല്ലെ? കുഞ്ഞിപ്പൈങ്കിളികൾ. നാലാമത്തെ ഉത്തരം മഞ്ഞത്തുമ്പി, അല്ലെ? ഇതൊക്കെ ഇവിടെ ഉണ്ട്. നോക്കൂ, ആർക്കാണ് കല്യാണം, അല്ലെ? ഓണപ്പൂവിനു കല്യാണം, അല്ലെ? പൊട്ടു തൊടുവിച്ചത് ആരാണ്? പൊൻവെയിലാണ് പൊട്ടു തൊടുവിച്ചത്. പിന്നെയോ കൊട്ടും കുഴലൂതുമായി വന്നത് ആരാ? ഇവിടെ നോക്കൂ, കൊട്ടുന്നു, കുഴലൂതുന്നു, കുഞ്ഞിപ്പൈങ്കിളികൾ. പിന്നെയോ അടുത്തതോ ഓണപ്പൂവിന് മാംഗല്യ മണവാളൻ ആരാ വന്നത്? ഇതാ മഞ്ഞത്തുമ്പി. എല്ലാ ഉത്തരവും നമ്മുടെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു കവിതയിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക, എഴുതുക, അത്ര മാത്രമേ ഉള്ളൂ. നേരെ നമ്മൾ പോവാണ്, അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓണപ്പൂവിന്റെ കല്യാണത്തിനായി ഒരുക്കിയ പൂന്തോട്ടം നോക്കൂ, നിറം നൽകി ഭംഗിയാക്കൂ. ഇത് ജസ്റ്റ് നിറം കൊടുക്കുക, നല്ല വൃത്തിയുള്ള കളറുകൾ അവിടെയും ഇവിടെയൊക്കെ ഉഷാറായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. എന്നെപ്പോലെ അങ്ങനെ കളാപുളിയായിട്ട് ഇങ്ങനെ വരച്ച് വെക്കാനല്ല പറഞ്ഞത്, ഉഷാറായിട്ട് എന്ത് ചെയ്യുക, അടിച്ച് പൊളിച്ച് നല്ല ഉഷാറായിട്ട് വരച്ച് കൊടുക്കണം. യെസ് ഗൈസ്, നമ്മൾ പോവുകയാണ്. അടുത്ത ചോദ്യം, അല്ലേ? ഇവിടെ കളർ കൊടുത്തതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, കളറിലില്ല, ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണുള്ളത്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. പ്രവർത്തനം 3. ചിത്രം നിരീക്ഷിച്ചോ കൂട്ടുകാരെ. ചിത്രം നോക്കി താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ എന്നാ പറഞ്ഞത്. തുമ്പികൾ എത്ര? എത്ര പൂക്കൾ? അല്ലേ? പൂവ് എടുത്തു, പൂവിനെ കാണുന്നില്ലല്ലോ, അല്ലേ? തുമ്പികൾ എത്ര എന്നാ ചോദിച്ചത്, അല്ലേ? ഓക്കെ, തുമ്പികൾ 1 2. വണ്ടുകൾ എത്ര? ഇതാണ് സംഭവം, ഇല്ലേ? തുമ്പികൾ എത്ര, വണ്ടുകൾ എത്ര എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ കാണുന്നുണ്ട്, അല്ലേ? ഒരു ചിത്രം തന്നിട്ട് നമ്മളോട് അതിൽ നിന്ന് എണ്ണി നോക്കാൻ വേണ്ടി പറയും. അതൊക്കെ നമുക്ക് എണ്ണിക്കൂടെ? ഒരു ചിത്രം തരും, ഒരു ചിത്രം തന്നിട്ട് ഇതിലെത്ര വണ്ടുകളുണ്ട്, ഇതിലെത്ര പിന്നെ ആനയുണ്ട് എന്നൊക്കെ നോക്കി നമുക്ക് എണ്ണിക്കൂടെ? തുമ്പികൾ എത്ര ചോദിച്ചു. തുമ്പികൾ എത്രയാ? തുമ്പികൾ 3 തുമ്പികളാണ്.
പൂക്കൾ 7 തുമ്പിയാണ്. വണ്ടുകൾ എത്രയാ? 2 വണ്ടുകൾ കേട്ടോ. അപ്പൊ വണ്ടുകളും പൂമ്പാറ്റയും ചേർന്നാൽ എത്ര? അങ്ങനെയാണ് ചോദിച്ചത്. വണ്ടുകളും പൂമ്പാറ്റകളും ചേർന്നാൽ എത്ര എന്നാണ് ചോദിച്ചത്. അപ്പോ 2 3 അല്ലെ, അങ്ങനെ എത്രയാകും? 3 2 5. ഇതാണ് ഉത്തരം വരുന്നത്. യെസ് ഗൈസ് അല്ലേ, ഇങ്ങനെയാണ് ഉത്തരം വരുന്നത്. ഓരോരോ മക്കളെ ഓരോരോ ചിത്രത്തിൽ ഓരോ സാധനം തരും. അതൊരു ചിത്രം, ഒരു കോമൺ ആയിട്ട് ഒരു ചിത്രം തരും. ആ ചിത്രത്തിൽ കുറെ വണ്ടിനെ തരും. അപ്പൊ അതിൽ എണ്ണി നോക്കുക. വണ്ടിന് 1 വണ്ട്, 2 വണ്ട്, 3 വണ്ട്, 4 വണ്ട്, 5 വണ്ട്, അങ്ങനെ ഉണ്ട്. അവിടെ നോക്കുക നിങ്ങൾ. തുമ്പി 1 2 അല്ലെ, ഇത് പൂമ്പാറ്റ 2 പൂമ്പാറ്റ. പിന്നെയോ തുമ്പിയോ 1 2, പിന്നെ തുമ്പിയുടെ 3 തുമ്പി. പിന്നെ വണ്ടോ 1 2 അല്ലെ, വണ്ടുകൾ അവിടെ കാണുന്നില്ല. അവിടെ ഒക്കെ പൂമ്പാറ്റിനൊക്കെ എത്ര പൂമ്പാറ്റ ഉണ്ടോ അതിനൊക്കെ എണ്ണി നോക്കുക. തുമ്പി എത്ര ഉണ്ടോ അതിനൊക്കെ എണ്ണി നോക്കുക. ഒരു ചിത്രം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എണ്ണി നോക്കാൻ പറ്റൂലേ? ഇല്ലേ? ഇതിലും ക്ലിയർ ഉള്ള ചിത്രമായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക. അപ്പൊ നിങ്ങൾക്ക് എണ്ണി നോക്കൂടെ സുഖമായിട്ട്. എന്നിട്ട് അതൊന്ന് കൂട്ടി എഴുതാനുള്ളൂ. ഇതൊക്കെ സിമ്പിൾ. പൂന്തോട്ടത്തിന് നിറം നൽകിയില്ലേ? പൂന്തോട്ടത്തിന്റെ മാവ് കണ്ടല്ലോ. മാവിന് എന്തൊക്കെ പ്രത്യേകതകൾ നിങ്ങൾക്കറിയാം? കുറിപ്പായി എഴുതുക. മാവിന്റെ പ്രത്യേകത, മാവല്ല ചക്കന്റെ പ്രത്യേകത നമ്മൾ എഴുതൂലേ? എന്താ? ഇല്ലേ? മാവിന്റെ പ്രത്യേകത, മാമ്പഴം ഉണ്ടാകുന്ന മരമാണ് എന്ത്? മാവ്. മാമ്പഴം ഉണ്ടാകുന്ന മരത്തിനാണ് നമ്മൾ എന്ത് പറയാ? മാവ് എന്ന് പറയാ. അല്ലാണ്ട് എന്താ പറയാ? പ്ലാവ് എന്നാ പറയാ? അല്ല, മാവ് എന്നാ പറയാ. തടിക്ക് നല്ല ബലമുള്ള വലിയ മരമാണിത്. കുലയായാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുക. അല്ലേ? മാവിൽ കൊലയായിട്ടല്ലേ പൂക്കൾ ഉണ്ടാകുക? പൂക്കളെല്ലാം വിരിഞ്ഞു കഴിയുമ്പോൾ ഉണ്ണി മാങ്ങകൾ ഉണ്ടാകും. അല്ലേ? ആണ്. മാങ്ങ ചെറുതായിരിക്കുമ്പോൾ മുതൽ നാം കറിക്കായി ഉപയോഗിക്കാറുണ്ട്. ഓ, എന്ത് ടേസ്റ്റാ മാങ്ങ! ചെറിയ മാങ്ങയൊക്കെ കറിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടില്ലേ? പിന്നെയോ, മാവില കൊണ്ട് പല്ല് തേക്കുന്നത് നല്ലതാണെന്ന് മുത്തശ്ശിമാർ പറയാറുണ്ട്. ഇല്ലേ? ഞാനൊക്കെ തേക്കലുണ്ട്. മാവിന്റെ ഇലയൊക്കെ പറിച്ചിട്ട് പല്ല് ഇങ്ങോട്ട് തേച്ചു കൊടുക്കും. എന്ത് രസാ അല്ലേ? നല്ല ടേസ്റ്റും അങ്ങനെ. നമ്മളെ മറ്റേ ഈ പേസ്റ്റിനേക്കാളും രസം. പിന്നെ മാവിന്റെ തടി ഫർണിച്ചർ ഉണ്ടാക്കാനും മറ്റും ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ നമുക്ക് ഏറെ ഉപകാരമുള്ള ഒരു മരമാണ് മാവ്. ഇല്ലേ? മാവ്. മാമ്പഴം ഉണ്ടാകുന്ന, മാങ്ങ ഉണ്ടാകുന്ന മരത്തിനാണ് നമ്മൾ എന്ത് പറയാ? മാവ് എന്ന് പറയാ. റെഡി? അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം. ഇവിടെ മാളുവിന്റെ സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിലെ സസ്യങ്ങളുടെ പേരുകൾ നോക്കൂ. തുളസി, ചീര, പനിക്കൂർക്ക, മുരിങ്ങ, മുക്കുറ്റി, നാരകം, ചെത്തി, ചെമ്പരത്തി. ഇതൊക്കെ തന്നിട്ട് നമ്മളോട് എന്താ അവര് പറയാ? ഇത് പട്ടികപ്പെടുത്താൻ വേണ്ടി പറയും. അതാണ് ഒരു പരിപാടി. നോക്കാം. മണമുള്ളവ. പിന്നെയോ, ഔഷധമായി ഉപയോഗിക്കുന്നത്, കറി വെക്കാൻ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാ? നോക്ക്. മണമുള്ളവ തുളസി, പനിക്കൂർക്ക, നാരകം. ഇതിനൊക്കെ എന്തുണ്ട്? മണുണ്ട്. തുളസി ഇങ്ങനെ മണപ്പിച്ച് മണം. പനിക്കൂർക്ക ഇങ്ങനെ പൊട്ടിച്ചു നോക്കിയാൽ ഒരു മണം ഉണ്ടായല്ലേ? ഉണ്ട്. നാരകത്തിന് മണം ഉണ്ടായാലുണ്ട്. പിന്നെയോ, ഔഷധമായി ഉപയോഗിക്കുന്നതോ? തുളസി ഉപയോഗിക്കും, പനിക്കൂർക്ക ഉപയോഗിക്കും, മുക്കുറ്റി ഉപയോഗിക്കും. പിന്നെയോ, കറി വെക്കാനോ? ചീരയും മുരിങ്ങയും ആണ് നമ്മൾ ഉപയോഗിക്കുക അല്ലെ? ഇവിടെ ഉള്ളതിലെ ഇവിടെ ഈ പറഞ്ഞ തുളസിയും നാരകവും അല്ലെ, പനിക്കൂർക്കയും ഒക്കെ എന്താണ്? മുക്കുറ്റിയോ പനിക്കൂർക്കയും തുളസിയും ഒക്കെ ഔഷധ എന്ന് പറഞ്ഞു അല്ലെ. ചീരയും മുരിങ്ങയൊക്കെ കറി വെക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മണമുള്ളത് നമ്മൾ തുളസിയും അല്ലെ, പിന്നെ പനിക്കൂർക്കയും നാരകമൊക്കെ മണുണ്ട് എന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഈസി ആണോ? സിമ്പിൾ അല്ലേ? ആണ്. അങ്ങനെയാണ്. അടുത്ത ചോദ്യം നോക്കുക. അതിലും സിമ്പിൾ ആ, മാത്സ് ആണ്. നോക്കേ. മീനവും ഉണ്ണിയും കുളത്തിൽ നിന്ന് പറമ്പിൽ നിന്നും പൂക്കൾ എന്ത് ചെയ്തു? പറിച്ചു. 10കളുടെയും 1കളുടെയും കൂട്ടങ്ങളാക്കി ഓരോ പൂവ് എത്ര വീതമുണ്ടെന്ന് കണ്ടെത്തൂ. ആമ്പല് 5 10 3 1. 5 10 3 1 എത്രയാ? നോക്കൂ, ഇത്ര അല്ലെ. പിന്നെയോ ഇങ്ങനെയല്ലേ വരിക? ഇതെങ്ങനെയല്ലല്ലോ, അത് തെറ്റിപ്പോയില്ലേ. 5 10 3 1. 4 10 9 1. ഇനി അടുത്തതോ 6 1 8 10. അതായത് 6 1കളും 8 10കളും അല്ലെ. 8 10 എന്ന് പറയുമ്പോൾ 80 86. പിന്നെയോ 7 10 7. പിന്നെയോ കണ്ടോ, ഇവിടെ തിരിച്ചു തന്നാണ്ട് നിങ്ങൾ 10നെ എവിടെയാ തന്നെ? ഇവിടെ 1നെ കൊടുത്തു അല്ലെ. അതൊന്നും ഞമ്മക്ക് എന്തില്ല, ഒരു പ്രശ്നവുമില്ല. എത്ര 10 ഉണ്ട്? 8 എന്ന് എഴുതു അല്ലെ. പിന്നെ എത്രയാ? 1 7 57. ഇതൊക്കെ സിമ്പിൾ അല്ലേ? 5 10 3 1 എന്ന് പറഞ്ഞാൽ 53. 5 10 3 1 അല്ലെ. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഇവിടെ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഇവർ കൊടുത്താണ്ടോതാ. ഇവിടെ തെറ്റിക്കാൻ വേണ്ടി കൊടുത്താണ്ടോ. അതായത് എന്താ കൊടുത്തത് നോക്ക്.
6 1 8 10 എന്ന് കൊടുത്ത്. അപ്പൊ ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്തു 68 എഴുതി കൊടുക്കും. അങ്ങനെയല്ല എഴുതേണ്ടത്, 86 ആണ് ഇല്ലേ? നമുക്കറിയാം ഇല്ലേ? ഉത്തരം നമുക്കറിയാം 86 ആണെന്നൊക്കെ അറിയാം. 74 5 10 3 1 ചേർന്നാൽ 53, 4 10 9 1 ചേർന്നാൽ 49, 6 1 8 10 ചേർന്നാൽ 56, 4 1 7 10 ചേർന്നാൽ 74, 9 10 5 1 ചേർന്നാൽ 95, 7 1 8 10 ചേർന്നാൽ 87. സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് പൂവാണ് കൂടുതൽ ഇറുത്തത്? അപ്പൊ ഏറ്റവും വലുതിൽ ഏതാ? 95 അല്ലെ? 95 ഏതാ? തെറ്റിയാണ് കൂടുതൽ ഇറുത്തത്. പിന്നെയോ കുറവ് ഏതായില്ലേ? കുറവ് 49 ആണ് കുറവ്. അതേതാ? താമരയാണ്. പൂക്കളുടെ എണ്ണത്തെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമമാക്കി എഴുതും. ഏറ്റവും ചെറുത് ഏതാ ഇതില്? ചെറുത് നമ്മൾ തപ്പിപ്പിടിക്കുക. ഏതാ ചെറുത്? 49. പിന്നെയോ അത് കഴിഞ്ഞിട്ട് ഏതാ? 53 അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതാ? 49 എഴുതി, 53 എഴുതി, പിന്നെ അത് കഴിഞ്ഞിട്ട് 74, പിന്നെ അത് കഴിഞ്ഞിട്ട് 86, പിന്നെ 87 അല്ലെ? 87 ഇവിടെ ഉണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് 95. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ 49ന്റെ തുടർച്ചയായി 5 വീതം കൂടി വരുന്ന 5 സംഖ്യകൾ എഴുതാവോ? 5 സംഖ്യകൾ എന്ത് എഴുതുന്നതിന് സിമ്പിൾ ആയിട്ട് എഴുതി കൂടെ. നോക്കുക, അവിടെ കൊടുത്തിട്ടുണ്ട് 49, അതിന്റെ കൂടെ 5 കൂട്ടുമ്പോൾ 54, അതിന്റെ കൂടെ 5 കൂട്ടുമ്പോൾ 59, അതിന്റെ കൂടെ 5 കൂട്ടുമ്പോൾ 64, 69 അവിടെ എഴുതി നോക്ക് അല്ലെ? 49ന്റെ കൂടെ 5 കൂട്ടുമ്പോൾ എത്രയാ വരിക? 54. 54ന്റെ കൂടെ 5 കൂട്ടുമ്പോ എത്രയാ വരിക? 59. 59ന്റെ കൂടെ 5 കൂട്ടുമ്പോ 64. 64ന്റെ കൂടെ 5 കൂട്ടുമ്പോ 69 അല്ലേ? പിന്നെയോ അടുത്ത നോക്ക്, 87ന്റെ തുടർച്ചയായി വരുന്ന 10 സംഖ്യകൾ എഴുതുക. 87ന്റെ തുടർച്ചയായിട്ട് 88, 89, 90, 91, 92, 93, 94, 95, 96, 97. പിന്നെയോ 74നോട് 2 വീതം കൂടി വരുന്ന 10 സംഖ്യകൾ എഴുതുക. 74നോട് 2 കൂട്ടിയാൽ 76, പിന്നെ 78, പിന്നെ 80, 82, 84, 86, 88, 90, 92, 94. 2 വീതം കൂട്ടി അങ്ങനെ എഴുതി കൊടുക്കാം. അതാണ് ഉത്തരം. അതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി ഇന്റഗ്രേഷൻ 2ന്റെ പേപ്പർ നോക്കാം. അത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടാറ്റാ.